Welcome back to Learninu. Junior Instructor Electronic Mechanic Exam in the question paper discussion. The second part question number 51 to 100. So the first part discuss oru question answer detailed ഇതിലും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന് അറിയാനും ഒപ്പം നമ്മൾ ഇനി അടുത്ത ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടെ ആവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 51. Class B operation of an amplifier, one in which the device current flows over. Class B അതായത് ക്ലാസ് ബി ഓപ്പറേഷനിൽ നമുക്ക് ഡിവൈസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് ഹാഫ് സൈക്കിൾ, ക്വാർട്ടർ സൈക്കിൾ, ഫുൾ സൈക്കിൾ, 3/4 ഓഫ് സൈക്കിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ബി ആംപ്ലിഫയറിൽ ഡിവൈസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹാഫ് ഓഫ് ദ ഇൻപുട്ട് സൈക്കിളിലാണ്, അതായത് 180 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇൻപുട്ട് വേവ് ഫോമിന്റെ 1/2 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും. 51. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, the maximum power of 555 IC can dissipate is around 555 timer IC അതിന്റെ മാക്സിമം പവർ ഡിസിപ്പേഷൻ എത്രയാണെന്നുള്ളത് ആക്ച്വലി അത് അതിന്റെ സ്പെസിഫിക് വേരിയന്റിലും പാക്കേജിനും ഒക്കെ അനുസരിച്ചിട്ടാണ്. എങ്കിലും ജനറൽ ആയിട്ട് നമ്മൾ 600 മില്ലി വാട്ട് ടു 1 വാട്ട് ആണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോ ഈസ് അറൌണ്ട് എന്നാണ്. 6 മില്ലി വാട്ട്, 5 വാട്ട്, 600 മില്ലി വാട്ട്, 4 വാട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. കാരണം 600 മില്ലി വാട്ട് ടു 1 വാട്ട് ആണ് പറയുന്നത്. അപ്പോൾ അറൌണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IGBT has high input impedance and large bipolar current carrying capability, low input impedance and large bipolar current carrying capability, high input impedance and small bipolar current carrying capability, low input impedance and small bipolar current carrying capability. അപ്പോൾ IGBTയുടെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലാർജ് കറന്റ് ക്യാരിയിങ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് വരുന്നത്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും. എന്തായാലും അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. സോ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും എടുക്കുക, ലാർജ് കറന്റ് ക്യാരിയിങ് ക്യാപ്പബിലിറ്റി എടുക്കുക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 53. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IGBT is driven by emitter current, gate voltage, collector current and gate current. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കാരണം IGBT നമ്മൾ typically it is driven by voltage applied to the gate terminal ആണ്. അപ്പോൾ with no doubt option C. Next one, minimum amount of emitter current to place the UJT in negative resistance region. UJT negative resistance region-ലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഏത് കറണ്ട് ആണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് പീക്ക് പോയിന്റ് കറണ്ട്. IP എന്ന് പറയുന്ന പീക്ക് പോയിന്റ് കറണ്ട് ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ടിപ്പിക്കൽ വാല്യൂ ഓഫ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് UJT. UJTയുടെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ ഈറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് RB1 by RB1 plus RB2 എന്നുള്ളതാണ്. RB1 ഉം RB2 എന്ന് പറയുന്നത് രണ്ട് സെഗ്മെന്റിലും വരുന്ന റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അതില് നമുക്ക് അതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഈ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആയിട്ട് പറയുന്നത്. സോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.4 to 0.8 ആണ് വരുന്നത്. 0.4 to 0.8 ആണ്. സോ നമുക്കിതില് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ ഓക്കെ 0.5 to 0.8 എന്നുണ്ട്. 0.529, 429, 421, 0.528 ആണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, next one, the insulating layer of MOSFET is silicon monoxide, germanium oxide, silicon dioxide and germanium dioxide. It is silicon dioxide. So option B is the correct answer. Next one, in JFET, the voltage at the gate control the main current, the current through the gate control the main current, the voltage at the source terminal control the main current and voltage at drain terminal control the main current. സോ ഇതിലിപ്പോ ഏതാണ് കറക്റ്റ് വരും? നമുക്ക് JFET അതായത് ജംഗ്ഷൻ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്ററിൽ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ ഗേറ്റ് കൺട്രോൾ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ചാനൽ ആണ്. സോ വോൾട്ടേജ് അറ്റ് ദ ഗേറ്റ് ആയിരിക്കും മെയിൻ കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഫോർ ദ ബയസിംഗ് ഓഫ് JFET. JFET-ന്റെ ബയസിംഗിന് ഗേറ്റ് ഓൾവേസ് ഫോർവേഡ് ബയസ്ഡ്, ഗേറ്റ് ഈസ് എയ്തർ ഫോർവേഡ് ഓർ റിവേഴ്സ്, ഗേറ്റ് ഓൾവേസ് റിവേഴ്സ് bias voltage is not required at the gate terminal.
അപ്പോൾ ഇതില് നമുക്ക് ജെഫെറ്റിലെ ബയസിംഗിൽ നമ്മൾ ഗേറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, അത് എപ്പോഴും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും അല്ലെ. ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ് എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ മാക്സിമം ഡ്രെയിൻ കറന്റ് ഐഡി ഓഫ് BFW 10 ജെഫെറ്റ്. മാക്സിമം ഡ്രെയിൻ കറന്റ് എത്രയാണെന്നുള്ളത്, അപ്പൊ അതിന്റെ റേഞ്ച് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 20 മില്ലി ആംപിയർ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതുപോലുള്ള കുറെ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ടിപ്പിക്കൽ വാല്യൂസ് ഒക്കെ പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് ഗസ് ചെയ്ത് പോലും എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇത് കറന്റ് ത്രൂ SCR ക്യാൻ ബി ടേൺഡ് ഓഫ്. കറന്റ് ടേൺ ഓഫ് ചെയ്യാൻ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന് ഇത് പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, കറന്റ് ത്രൂ SCR ക്യാൻ ബി ടേൺഡ് ഓഫ് ബൈ റെഡ്യൂസിംഗ് ദ കറന്റ് ത്രൂ ഇറ്റ് ബിലോ ഇറ്റ്സ് ഹോൾഡിംഗ് കറന്റ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് കൊടുത്തിരിക്കുന്നത്, ബൈ റെഡ്യൂസിംഗ് ദ ലോഡ് കറന്റ് ബിലോ ദ holding current. Option A is the correct answer. Next one, the terminals of track. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രാക്ക് ഇത് നമുക്ക് വരുന്നത് രണ്ട് മെയിൻ ടെർമിനൽസും MT1 MT2 അതേപോലെ തന്നെ ഗേറ്റും ആണ് വരുന്നത്. ഓപ്ഷൻ സി is the correct answer. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ട്രയാക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി വരുന്ന എക്സാംസിനാണെങ്കിൽ നമ്മൾ ഇതേപോലെ പേരുകൾ പഠിച്ചു വെക്കണം. അത് UJT-യുടെ ആണെങ്കിലും ഡയാക്കിന്റെ ആണെങ്കിലും SCR-ന്റെ ആണെങ്കിലും BJT-യുടെ ഒക്കെ ആണെങ്കിലും ഡയോഡിന്റെ ഒക്കെ തന്നെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും പറ്റണം. 2N2646 എന്ന് പറയുന്നത് UJT ആണ്. ഓക്കെ, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. നെക്സ്റ്റ് BT136 എന്ന് പറയുന്നതാണ് ആക്ച്വലി ട്രയാക്ക് വരുന്നത്. DB3 എന്ന് പറയുന്നത് ഡയാക്ക് ആണ്. TYN640 എന്ന് പറയുന്നത് ഒരു SCR ആണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 63. ഓപ്ഷൻ ബി is the correct answer. Next one, the diacs acts in a similar manner to. ഡയാക്ക് ഏതുപോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോ നമുക്ക് 2 transistor connected in series, 2 SCR connected in anti-parallel, 1 diode and 2 resistor, 2 diode connected in reverse parallel. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബിയും ഡിയും നമുക്ക് ഓപ്ഷൻ പോവാം, പക്ഷെ essentially acts like 2 diodes connected in reverse parallel എന്നുള്ളതായിരിക്കും കൂടുതൽ കൺവീനിയന്റ്. So we can go with option D. Next one, ratio between minimum fusing current and current rating is termed as. മിനിമം ഫ്യൂസിങ് കറണ്ടും കറണ്ട് റേറ്റിംഗും തമ്മിലുള്ള റേഷ്യോനെ പറയുന്നത് ഫ്യൂസിങ് ഫാക്ടർ എന്നാണ്. അപ്പൊ പേര് പോലെ തന്നെ ഫ്യൂസിങ് ഫാക്ടർ ആണ്. കറക്റ്റ് ആയിട്ട് അത് അറിഞ്ഞില്ലെങ്കിലും പേര് വെച്ച് ഗസ് ചെയ്ത് എഴുതിയാലും ചിലപ്പോൾ തെറ്റാതെ ഇരിക്കും. അങ്ങനെ ഗസ് ചെയ്ത് എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ പോലും അത് തെറ്റില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് MCB is designed to protect circuits with inductive load. ഇൻഡക്റ്റീവ് ലോഡ്, അതായത് ഏത് ടൈപ്പ് ഓഫ് MCB എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. അപ്പൊ അതില് നമുക്ക് വരുന്നത് ഇൻഡക്റ്റീവ് ലോഡിന്, അതായത് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ മോട്ടർ, ട്രാൻസ്ഫോമർ, ഫാൻ അതൊക്കെയാണ് വരുന്നത്. അപ്പൊ അതില് ടൈപ്പ് C MCB ആയിരിക്കും വരുന്നത്. സോ അതിൽ ഏത് സീരീസ് ആണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് വിച്ച് ടൈപ്പ് ഓഫ് MCB is designed to protect circuits with inductive load എന്നാണ്. സോ ഇതിനകത്ത് G സീരീസ് MCB ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി is the correct answer. Next one, what is the full form of abbreviation ELCB used in electric circuit? ELCB means earth leakage circuit breaker. It is earth leakage circuit breaker. Option C. Next one, a device which opens or closes an auxiliary circuit under predetermined condition in the main circuit. It is known as relay. Okay, just a basic definition തന്നെയാണ്. Which type of DC motor has two field coils? One is connected in series with the armature and the other is connected parallel with the armature. It is compound motor. Compound DC motor ആണ് വരുന്നത്. 69C. Next one, 400% AM modulation. Calculate the power transmitted by carrier signal if total power is 6000 watt. അപ്പോൾ ഇതില് PT യും PC യും തമ്മിലുള്ള റിലേഷൻ അറിയണം. PT is equal to 1.5 PC എന്നാണ് വരുന്നത്. സോ ഇതില് ദാറ്റ് ഈസ് 3/2 എന്ന് വരും അല്ലെ. അപ്പൊ അതിന് PC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, PT by 1.5 എങ്കിൽ into 2/3 എന്ന് വരും. അപ്പൊ 6000 into 2/3 എന്നുള്ളതായിരിക്കും ആൻസർ. അതായത് ഡിവൈഡഡ് ബൈ 1.5 ആണ് ചെയ്യേണ്ടത്. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 4000. ഓക്കെ, ഇത് ഈസി കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. So 4000 is the correct answer. Option C. Next one, in radio frequency spectrum, very low frequency VLF ranges from, and the range 3 kilohertz to 30 kilohertz ആണ് വരിക. 3 kilohertz to 30 kilohertz ആണ് വരുന്നത്. So option
Okay, നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. 3 to 30 kilohertz. Option B is the correct answer. Next one, an omnidirectional antenna is designed to provide. Omnidirectional എന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും 360 degree ആണ്. So option D is the correct answer. Next one, which of the following characteristics changes in frequency modulation? Frequency modulation ല് എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ആണ് ചേഞ്ച് ആവുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ. According to Nyquist criteria of sampling theorem, the sampling frequency is twice the signal for f is greater than or equal to 2fm എന്നുള്ളതാണ്. So correct answer is option B. Next one, which among the following is a digital modulation technique? AM, FM, both AM and FM, ASK. Amplitude shift keying ആണ് digital modulation technique ൽ വരുന്നത്. Option D. Next one, which of the following device interconnects two separate electric circuits by means of light sensitive optical interface? It is interconnect ചെയ്യുന്നതിന് LED, laser, LDR ഒന്നും അല്ല. It is optocoupler. വളരെ ഈസി ആണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള എക്സാമിന് റീസെന്റ് ആയി നടന്നതിലുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എക്സാമിനാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ദ ജിയോഗ്രഫിക്കൽ ഏരിയ അണ്ടർ വൺ ബേസ് സ്റ്റേഷൻ വിത്ത് എ സിംഗിൾ ട്രാൻസ്മിറ്റർ and a receiver is known as it is cell. Option A. Next one, which wireless technology link is used for mobile phone data transfer? Mobile phone data transfer SIM barcode multiplexer Bluetooth. It is Bluetooth. Next, the core optical fiber. Core optical fiber, it is made of silica or glass, copper or aluminium, copper or silica, tungsten. It is silica or glass. Option A. The process of joining two ends of optical fiber using electric or mechanic means is known as splicing. Option B is the correct answer. Next one, which among the following is not an advantage of geosynchronous satellite? ന്റെ advantage അല്ലാത്തത് ഏതാണെന്നാണ്. No need to switch from one satellite to other. No coverage in polar region. Remain stationary relative to earth station. The effect of Doppler shift are negligible. അപ്പോൾ അതിന്റെ advantage അല്ലാത്തത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയും സിയും ഡിയും ആണ്. So option B ആണ് ഇതിലെ correct answer വരുന്നത്. Okay, next one, the combination of receiver, amplifier and transmitter in satellite communication is known as transducer, sensor, multiplexer, transponder എന്ന ഓപ്ഷൻ ഉണ്ട്. So correct answer is option D. Transponder is the correct answer. Next one, if the number 25 in the radix x number system is equivalent to 15 in decimal, what is the value of x? ഇത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് റാഡിക്സ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അല്ലെ. അപ്പൊ 25ന്റെ എത്രയാ തന്നിരിക്കുന്നത്? അതായത് 25ന്റെ ബേസ് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് എന്തിന് ഇക്വലന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡെസിമലില് 15നോട് ഇക്വലന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 15 എന്ന് പറയുന്നത് ഡെസിമൽ ആയതുകൊണ്ട് ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മള് ഈ ഇതിൽ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 25 റാഡിക്സ് എക്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 2 into x raised to 1 plus 5 into x raised to 0. അങ്ങനെയല്ലേ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോ 2 into x raised to 1 plus 5 into x raised to 0 എന്ന് പറയുമ്പോൾ 2x plus 5 എന്ന് വരും. ആ 2x plus 5 എന്തിനോട് ഈക്വലന്റ് ആണ്? ഈ 15നോട് ഈക്വലന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2x plus 5 is equal to 15 എന്ന് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. 2x is equal to 10 കിട്ടും, x is equal to 5 കിട്ടും. അപ്പോൾ ഇതിൽ ഇതുപോലെ ഏത് വന്നാലും നമുക്ക് ഇതുപോലെ കാണാം. അത് ജസ്റ്റ് അത് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് റാഡിക്സ് എക്സ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു വേറെ ഏതെങ്കിലും ഒരു നമ്പർ വിത്ത് റാഡിക്സ് 8 എന്നോ റാഡിക്സ് 7 എന്നൊക്കെ തന്നാലും ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അത് സ്പ്ലിറ്റ് ചെയ്യുക, ആ ബേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സിനെയും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, next one, which of the following statement is correct? Decimal 10 is represented as 1000 in binary code. Decimal 9 is represented 1011 in XS3 code. Decimal 9 is represented as 1010 in BCD code. Decimal 10 is represented as 1111 in Gray code. എല്ലാ കോഡിലും ഉള്ള റെപ്രസെന്റേഷൻ അറിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡെസിമൽ നമ്പർ 10 ബൈനറിയിൽ 1010 എന്നാണ് എഴുതുന്നത്. ഡെസിമൽ 9 XS3 1100 ആണ്. ഡെസിമൽ 9 BCD 1001 ആണ്. ഡെസിമൽ 10 in Gray code എന്ന് പറയുന്നത് 1111 ആണ്.
അപ്പോൾ ഡെസിമൽ 10 ഗ്രേ കോഡിലുള്ളത് മാത്രമാണ് കറക്റ്റ് വരുന്നത്. സോ 84D is the correct answer. Next one, the simplified form of the logic expression AB plus A bar B plus A B bar plus A bar B bar. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് നോക്കൂ, ഇതില് ഈ ഫസ്റ്റത്തെ രണ്ട് ടേമിൽ നമ്മൾ ബി കോമൺ എടുക്കുമ്പോൾ എ പ്ലസ് എ ബാർ എന്ന് വരും. രണ്ടാമത്തതില് നമ്മൾ ബി ബാർ കോമൺ എടുക്കുമ്പോഴും എ പ്ലസ് എ ബാർ എന്ന് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും എ പ്ലസ് എ ബാറും എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ, അതായത് ഫസ്റ്റത്തേല് നമ്മൾ എ പ്ലസ് എ ബാർ ഇൻറ്റു ബി എന്ന് വരും. എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് 1, അപ്പൊ ബി വന്നു. പ്ലസ് രണ്ടാമത്തേല് എഗെയിൻ നമ്മൾ ബി ബാർ കോമൺ എടുക്കുമ്പോൾ എ പ്ലസ് എ ബാർ ഈസ് 1, അപ്പൊ അവിടെ ബി ബാറും വന്നു. അപ്പൊ ബി പ്ലസ് ബി ബാർ എന്ന് വരും. ബി പ്ലസ് ബി ബാർ ഈസ് എഗെയിൻ 1. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Next one, an OR gate with the 2 input is followed by a NOR gate where one input of the NOR gate is grounded. If input to OR gate are A is equal to 1 and B is equal to 0, what will be the final output of the circuit? അപ്പൊ ഈ സർക്യൂട്ട് ഇത് ക്വസ്റ്റ്യനിലുള്ളതല്ല, ഞാനത് ആൻസറിന് വേണ്ടി തന്നതാണ്. അതായത് ഒരു OR gate വിത്ത് അതിന് രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ NOR gate എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില് ഒരു ഇൻപുട്ട്, NOR gateന്റെ ഒരു ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രൗണ്ട് മീൻസ് ഇവിടെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോ ഈ OR ഗേറ്റിന്റെ ഇൻപുട്സ് 1ഉം 0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1ഉം 0ഉം വന്നു കഴിഞ്ഞാൽ OR ഗേറ്റിന്റെ ഔട്ട്പുട്ടില് 1 എന്ന് വരും. ഇവിടെ 1ഉം 0ഉം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് 0 വരും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഹൗ മെനി സെലക്ട് ഇൻപുട്സ് ആർ റിക്വയർഡ് ഫോർ 1:32 ഡീമൾട്ടിപ്ലക്സർ? അപ്പോ 1:32 ഡീമൾട്ടിപ്ലക്സറിന് നമുക്ക് എത്ര സെലക്ട് ഇൻപുട്സ് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈസി, അതായത് 2 raised to n is equal to number of ഔട്ട്പുട്ട് ലൈൻസ്. അതായത് 2 raised to n നമുക്ക് 32 എന്ന് കിട്ടിയിട്ടുണ്ട്. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 raised to n 32 ആണെങ്കിൽ n is simply 5. അത്രേ ഉള്ളൂ. സോ ഓപ്ഷൻ സി is the correct answer. Next one, how many 2 to 4 line decoders are required to implement a 4 to 16 line decoder? എത്ര 2 to 4 line decoder യൂസ് ചെയ്താൽ 4 to 16 line decoder ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 2 to 4 line decoder ആണ് അല്ലെ. അപ്പൊ ഇറ്റ് ക്യാൻ ഹാൻഡിൽ 2 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഓഫ് 4 ബിറ്റ് ഇൻപുട്ട്. അതായത് ആ ഡീകോഡറിന്റെ ഔട്ട്പുട്ടിൽ എത്ര ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റേജിലോ ഈച്ച് ഔട്ട്പുട്ട് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ഡീകോഡർ ആണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇൻപുട്ടിലേക്ക്. 2 to 4 ലൈൻ ഡീകോഡറിൽ. അപ്പൊ അതിൽ നമുക്ക് റിമൈനിങ് 2 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും ഈ 4 ബിറ്റ് ഇൻപുട്ടിൽ വരുന്നത്. ക്ലിയർ ആയോ? അതായത് ഈ സെക്കൻഡ് സ്റ്റേജില് each output from the first stage decoder is connected to enable input of one of the 4 2 to 4 line decoders. ഓരോന്നിന്റെയും പറ്റും. അപ്പോ അതിനെ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? വിച്ച് ഹാൻഡിൽ ദ റിമൈനിങ് 2 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് ഓഫ് ദ 4 ബിറ്റ് ഇൻപുട്ട്. ആ 4 ബിറ്റ് ഇൻപുട്ടിലെ രണ്ട് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ഒരു ഡീകോഡർ ഫസ്റ്റ് സ്റ്റേജില്, 4 ഡീകോഡർ സെക്കൻഡ് സ്റ്റേജില്, ആ രീതിയിലായിരിക്കും അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്യുക, 2 to 4 യൂസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് 4 എണ്ണം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ആ 4 എണ്ണത്തിലേക്കും ഓരോന്നിലേക്കായിട്ടായിരിക്കും ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വരുന്നതിന്റെ ഇത് കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് 2 to 4 അല്ലേ, ആ 2 to 4 എടുത്തിട്ട് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ 4 എണ്ണം യൂസ് ചെയ്യുമ്പോൾ ഓരോന്നിലേക്കും ഓരോന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ നമുക്ക് 5 എണ്ണം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, a 2 input XOR gate can be implemented using 2:1 multiplexer by connecting one input to select line and the other to both data, connecting one input to select line, the second input to one data input and the complement of the second input to other data input, connecting both input to select line and leaving the data input unconnected, and connecting one input to select line and the other input to data input while grounding the second data input. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് second statement ആണ്, connecting one input to select line, then second input to one data input and complement of the second input to other. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 input XOR gate നമ്മൾ 2:1 മക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ എ D flip flop, the complement of output is fed back to input. If the clock frequency is 30 Hz, what will be the frequency of output? Output frequency എന്ന് പറയുന്നത് clock frequency by 2 ആണ് വരുന്നത്. അവിടെ 30 Hz തന്നിട്ടുണ്ട്. 30 divided by 2, 15 Hz is the correct answer. Option C is the correct answer.
Next one, the waveform of a counter are shown in the figure below. നമുക്കൊരു വേവ് ഫോംസ് തന്നിട്ടുണ്ട്. അത് റിംഗ് കൗണ്ടർ ആണോ ജോൺസൺ ആണോ 3-bit റിപ്പിൾ ആണോ 4-bit ട്രിപ്പിൾ ആണോ? അത് കണ്ടാൽ തന്നെ എന്തായാലും റിംഗും ജോൺസണും അല്ല എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നമുക്ക് നോക്കാം ഇതില് 1 2 3. അപ്പോ 3-bit ട്രിപ്പിൾ കൗണ്ടർ ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഓപ്ഷൻ ബി is the correct answer. Next one, in a 4-bit triple counter, if the time period of input clock pulse is 16 microsecond, what is the time period of output wave at the most significant bit? Okay. അപ്പോ MSB വരുന്ന ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഫോർമുലാസ് എളുപ്പത്തിൽ പറഞ്ഞു തരാം. അതായത് FMSB എന്ന് പറഞ്ഞാൽ F clock by 2⁴ ആണ് വരുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 4-bit ട്രിപ്പിൾ കൗണ്ടർ ആണ്. അപ്പൊ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ഡിവൈഡ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് ക്ലോക്ക് സിഗ്നൽ ബൈ 2. ഓക്കെ. അപ്പോ FMSB എന്ന് പറഞ്ഞാൽ F clock by 2⁴ വരും. TMSB പറഞ്ഞാൽ 1/FMSB കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ടൈം പീരീഡ് ആണ് അറിയേണ്ടത്. അപ്പൊ F clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 16 മൈക്രോസെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ടൈം പീരീഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോ ടൈം എന്ന് പറഞ്ഞത് 1/f ആയിരിക്കുമല്ലോ വരിക. അപ്പൊ 1/16 വരും. പിന്നെ ഇവിടെ 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ 1/16 × 16 എന്ന് വരും അല്ലെ. ഇനി TMSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/FMSB, ദാറ്റ് ഈസ് 16 × 16, ദാറ്റ് ഈസ് 256 മൈക്രോസെക്കൻഡ് വിൽ ബി ദ ആൻസർ. ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ പറഞ്ഞു തന്നത്. Next one, what is the ROM address space 4N 8051 with 8 KB of on-chip ROM? So അതിൽ വരുന്നത് 000H2 1FFFH ആണ് വരുന്നത്. So correct answer is option A. A is the correct answer. Next one, what is the behavior of reset pin in 8051? Reset pin ന് വരുന്നത്, reset pin എപ്പോഴും ആക്റ്റീവ് ഹൈയും and requires a high pulse to be activated ആണ്. Option C is the correct answer. And question number 95. 95 നമുക്കിത് match the following ആണ് ഓരോരോ addressing mode. So register addressing mode എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് add A, R7 ആണ് വരുന്നത്. Then direct വരുന്നത് 4th one ആണ് വരുന്നത്. Then immediate addressing mode വരുന്നത് first one ഉം register indirect വരുന്നത് third one ആണ്. So option D is the correct answer. Next one, which of the following is an example of passive transducer? Example ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Passive transducer. So photovoltaic cell, thermocouple, piezoelectric transducer and strain gauge. Option D is the correct answer. Which characteristics of a thermistor make it extremely suitable for precision temperature control systems? Precision temperature control system, low thermal conductivity, high resistance variation with the temperature, low specific heat, linear temperature resistant relationship. It is high resistant variation with the temperature. Option B. Next, which of the following is not an advantage of LVDT? Advantage അല്ലാത്തത് ഏതാന്നുള്ളതാണ്. linearity, high hysteresis അല്ല. advantage LVDT advantage അല്ല. low hysteresis ആയിരിക്കും. So option B is the correct answer. Next one, in an inductive transducer, increasing the reluctance of the coil. Increasing the reluctance of the coil will result in decrease in the inductance of the coil. So option A is the correct answer. And the last question, the current flow that occur when two dissimilar conductors are joined to form a thermocouple is primarily due to which effect? And it is due to Seebeck effect. Option B is the correct answer. So 100 questions ഇന്റെയും നമ്മൾ ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.